നിനക്ക് എന്തിന്റെ സൂക്കടാടി? ഡീ ഇതുപോലൊരു കുടുംബത്തിലേക്ക് ഈ ജന്മം നിനക്ക് നിന്റെ മകളെ പറഞ്ഞു വിടാൻ പറ്റൂടി? എന്റെ മോൾക്ക് വലിയ കുടുംബം വേണ്ട, പയ്യന്റെ സ്വത്തും പണവും വേണ്ട. എന്റെ മോൾക്കൊരു തളർച്ചയുണ്ടായ ഒന്ന് താങ്ങി പിടിക്കാൻ കഴിവുള്ളവനായിരിക്കണം മോൾക്കൊപ്പം ചേരേണ്ടത്. നിന്നെ നിന്റെ മോളെയും പോലെ ഭാഗ്യം കെട്ട രണ്ടെണ്ണത്തിന് ഇത്രയും കാലം ജീവിതം നൽകിയവനാണ് ഞാനെങ്കിൽ ഞാൻ പറയാ, ഇവളുടെയും കമലേശ്വരത്തെ മൂത്ത പയ്യന്റെയും കല്യാണം എന്റെ മോളുടെ കല്യാണത്തോടൊപ്പം പ്രതാപത്തോടെ ഈ പ്രതാപം നടത്തിയിരിക്കും. ഈ അരയ്ക്ക് താഴെ തളർന്നവനല്ലാതെ ഇവക്ക് രാജകുമാരനെ കിട്ടാൻ പോവല്ലേ? എന്താടി നിന്റെ തീരുമാനം? അവളും ഇവളും എന്ത് തീരുമാനിച്ചാലും ശരി, ഈ കല്യാണം നടന്നിരിക്കണം. സാക്ഷിയാണ് കലിയുഗ വരദനായ അയ്യപ്പസ്വാമി, എല്ലാത്തിനും സാക്ഷിയാണ്. ഒന്ന് പയ്യെ പോവച്ചാ, എനിക്ക് പേടിയാവുന്നു. പോരുത്, നല്ലവനെ മോള് പറഞ്ഞാൽ ഞാനെന്തിനാടി കേൾക്കുന്നേ? ഞാൻ നിനക്ക് അച്ഛനൊന്നുമല്ല, രണ്ടാരച്ഛനാ. ഇനി എന്റെ കരുണ മോളാണ് പറഞ്ഞതെങ്കിൽ ഞാനേ ഒരല്പം സ്പീഡ് കുറച്ചേരെ. സംസാരിച്ചും എന്റെ ശ്രദ്ധ തെറ്റിച്ചിട്ടും അപകടം ഉണ്ടാക്കിയിട്ടും അവള് കിടന്നും പോകുന്നു. ഇനി ശബ്ദിച്ച നിന്നെ ഈ ലോറിയിൽ ഞാൻ വലിച്ചെറിയും. ഭാഗ്യം കേട്ടോളൂ. എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അന്ന് എനിക്ക് 7 വയസ്സേ ഉള്ളൂ. എങ്കിലും എന്റെ ഹൃദയത്തിൽ തറച്ച സംഭവമാണ്. അതുകൊണ്ട് ആ അച്ഛനും മകനും എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് തിരക്കാതിരിക്കാനായില്ല. അതുകൊണ്ട് ഞാൻ പോയി അവരെ തേടി.
ആക്സിഡന്റ് ആയിരുന്നു. അച്ഛൻ പോയി, മോൻ ICUവില. ഇനി ആ കൊച്ചൻ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. അത്രയ്ക്കും ശരീരം അസകലം ചതഞ്ഞുപോയി. സ്വാമി, ആ ചേട്ടന്റെ അച്ഛൻ മരിച്ചു. ആ ചേട്ടനൊരു ആപത്തും വരുത്തരുതേ. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ തെറിച്ചു വീണത്. അന്നു തൊട്ട് ഞാൻ ആ ചേട്ടന്റെ പിന്നാലെ ഉണ്ട്. ശേഷി കൊടുത്തില്ല ആ ചേട്ടൻ ഇതുവരെ. പക്ഷെ അന്നത്തെ ആ 10 വയസ്സുകാരന് എന്റെ അരികിൽ തന്നെ അയ്യപ്പസ്വാമി എത്തിച്ചു. അതിന് ചില കാരണങ്ങളുണ്ട്. അതൊരു നിമിത്തമാണ്. അതെനിക്ക് മനസ്സിലായി. ഇതിന്റെ പേരില് എന്റെ കല്യാണം കൂടി മുടങ്ങു വച്ചാ. അങ്ങനെ മുടങ്ങുകയാണെന്നുണ്ടെങ്കിലേ ഇന്നത്തോടെ ഇറങ്ങണം അമ്മയും മോളും ഈ വീട്ടിൽ നിന്ന്. കരുണയുടെ കല്യാണം മുടങ്ങില്ല, എന്റെയും. ഞാൻ തയ്യാറാ കണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ, കമലേശ്വരത്തെ മരുമകളാകാൻ. എന്തോടി മോക്ക് കുഴപ്പം?
അവർക്ക് മനസ്സിലായി ഇതുപോലൊരു നല്ല തറവാട്ടിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാ വേണ്ട സമയത്ത് വേണ്ട തീരുമാനം എടുത്തത്. നീ അത് തല്ലിക്കെടുത്താൻ നോക്കണ്ട. പിന്നെ അമ്മ കരുതിയോ ഇവളെ കെട്ടാൻ വലിയ വലിയ തറവാട്ടിൽ നിന്ന് രാജകുമാരന്മാര് വരുമെന്ന്? ഇവൾക്ക് പറ്റിയ പയ്യൻ തന്നെയാ ഇവളെ കാണാൻ വന്നത്. അരയ്ക്ക് താഴോട്ട് തളർന്നെങ്കിൽ എന്താ, അയാള് കമലേശ്വരത്തെ പയ്യനല്ലേ, എന്റെ ഉണ്ണിയേട്ടന്റെ ഏട്ടനല്ലേ. അത്രയും വലിയൊരു തറവാട്ടിന്ന് എന്റെ മോൾക്കൊരു ബന്ധം വേണ്ട. ചെറിയ കുടുംബമാണെങ്കിലും അവളെ പോറ്റാൻ കഴിയുന്ന ഒരാളും മതി എന്റെ മോൾക്ക്. നീ പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ടാണോ? അതെ, എനിക്ക് കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ സമ്മതമാണ്. അരയ്ക്ക് താഴോട്ട് തളർന്ന ആൾക്ക് താങ്ങും തണലുമായി ഇനിയുള്ള കാലം ജീവിക്കാൻ എനിക്ക് സമ്മതമാണ്. ഇനി എന്തുവാടാ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? വിളിക്കടാ കമലേശ്വരത്തേക്ക്. എന്നിട്ട് ഉണ്ണിമോന്റെ അമ്മയോട് പറ 2 കല്യാണം ഒന്നിച്ച് നടത്താന്ന്. അയ്യോ, നിന്റെ മോള് എതിർത്താലും ഞാൻ ഈ കല്യാണം നടത്തിയേനെ. പക്ഷേ അവൾ അനുകൂലിച്ച സ്ഥിതിക്ക് പിന്നെ പുല്ല് എനിക്ക് എന്തോ നോക്കാനടി. ഇനി കുംഭവും മീനും ഒന്നും നീണ്ടുപോകത്തില്ല. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മകരമാസത്തിൽ തന്നെ എന്റെ മോളുടെയും നിന്റെ മോളുടെയും കഴുത്തിൽ താലി വീണിരിക്കും. നമ്മൾ എത്തുന്നതിന് മുമ്പേ വിളി വന്നു. പ്രതാപേന്ദ്രനാ. എടുക്കെടുക്ക്. ആ പറയടോ പ്രതാപ. മാമേട്ടാ, നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. 2 കല്യാണം നടത്താൻ സമ്മതമാണോ? സമ്മതമാണ്. ശരിയടോ, എങ്കിൽ നമുക്ക് ഉടനെ ഡേറ്റ് എടുപ്പിക്കാം. ആ ശുഭമുഹൂർത്തത്തിൽ തന്റെ 2 മക്കളും കമലേശ്വരം തറവാടിന്റെ മരുമക്കളാവും. ആയിക്കോട്ടെ മാമേട്ടാ. സമ്മതമാണ്. 2 പെൺകുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ പ്രതാപചന്ദ്രന്റെ സമ്മതമാണെന്ന്. വാമേട്ട, അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവനെ വേണ്ടാന്ന് പറയുമെന്നാ ഞാൻ കരുതിയത്. അവളുടെ അമ്മയുടെ മട്ടും ഭാവം കണ്ടിട്ടെ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. പ്രതാപചന്ദ്രൻ മഹാലക്ഷ്മിയുടെ 2ാം അച്ഛനാ. അതുപോലെ തന്നെ ഞാൻ കണ്ണന്റെ 2ാം അമ്മയാ. അങ്ങനെയുള്ളപ്പോ ഞങ്ങൾക്ക് 2 ആൾക്കും സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവി നന്നാവണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവൂ. പക്ഷേ ഇവിടെ ഒരു സമ്മതിച്ചല്ലോ, ഇനിയിപ്പോ കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റൂ?
അരയ്ക്ക് താഴോട്ട് തളർന്നവനോടൊപ്പം എത്ര കാലം അവള് പിടിച്ചു നിൽക്കാനാ? കല്യാണം കഴിഞ്ഞ് അവര് ബന്ധം പിരിഞ്ഞാ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല. ഹലോ, ആരാ? ഞാനാ, കമലേശ്വരത്തെ കണ്ണൻ. എന്താ വിളിച്ചേ? ത്യാഗം ചെയ്യണോ അതോ രണ്ടാനച്ഛന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പണവും പ്രതാപമുള്ള ഒരു തറവാട്ടിലേക്ക് മരുമകളായി വരാൻ ഗതികേട് കൊണ്ട് തീരുമാനിച്ചതാണോ? ഒരിക്കലും അല്ല. കണ്ണേട്ടന്റെ സംസാരം കേട്ട ശേഷം ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ഞാൻ അനുവാദം ചോദിച്ചു. അവിടെ ഇതാണ് നിനക്ക് വിധിച്ചയാളെന്ന് ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് തോന്നി. എന്നുവെച്ചാ ഇവിടെ തീരുമാനമെടുത്തത് ഞാനും ഭഗവാനും ഒന്നിച്ചാ. അവിടെ പിന്നെ ഇടനിലക്കാരായ ആരുമില്ല. ശരി, ഇനി ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. മോളെ, കല്യാണമാണല്ലേ? ധൈര്യമായിട്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നോ. അതുകൊണ്ട് മോൾക്ക് നന്മയേ ഉണ്ടാവും. അമ്മ ഏതാ? അമ്മയെ ഇതുവരെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. വിളിച്ചാൽ വിളിപ്പുറത്ത് ദേവിമാര് മാത്രമല്ല, അമ്മമാരും അങ്ങനെയാ. ആ അതെ, കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ. അയ്യപ്പനെയും കൂടെ കൂട്ടണം.
എന്റെ ദേവി, എന്താ ഇതൊക്കെ? നീ വന്നായിരുന്നോ? ചേട്ടന്മാരുടെ കല്യാണമല്ലേ, അതുകൊണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങ് പോന്നു. അമ്മായി, അതെ, അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരുത്തന്നെ കല്യാണം കഴിക്കാൻ ഒരുത്തി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. അത് അവന്റെ സമ്പത്ത് കണ്ടിട്ട് മാത്രമായിരിക്കും. അത് നീ പറയാതെ തന്നെ എനിക്കറിയാലോ. എന്തായാലും കണ്ണൻ അവളെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ല. അമ്മായി, അമ്മ ഈ കണ്ണന്റെ രണ്ടാനമ്മയാ. എനിക്കും കണ്ണനും 10 വയസ്സുള്ളപ്പോഴാ അവൻ ആക്സിഡന്റ് ഉണ്ടാവുന്നതും അരയ്ക്ക് താഴോട്ട് തളരുന്നതും. അതിനുശേഷം അവരുടെ സമ്പാദ്യത്തിലെ മുക്കാലും മൂത്ത മോന്റെ പേരിൽ എഴുതി വെച്ചില്ലേ. പിന്നെ കമലേശ്വരൻ തറവാടും ഫൈനാൻസേഴ്സും ജ്വല്ലറിയും ഒക്കെ ഇപ്പോഴും അവന്റെ പേരില. അതമ്മായി മറക്കരുത്. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. കണ്ണൻ ഏതു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും അവക്കൊരവകാശം ഉണ്ടാവില്ലടാ. നീ മോളെ കല്യാണം കഴിക്കുമ്പോ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെയാ സകല സ്വത്തും സ്വർണവും പണവും ഒക്കെ കിട്ടാൻ പോകുന്നത്. അതേടാ മോനെ, അവൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ. അതുകൊണ്ട് നമുക്കൊരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. അവളുടെ പേരിൽ കണ്ണൻ ഒന്ന് എഴുതി വെക്കാതിരുന്നാ കൊള്ളാം. എനിക്കങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല മേഘേട്ടാ. ഇന്നത്തെ കാലത്ത് കണ്ണേട്ടനെ പോലൊരാളെ ഒരു പെൺകുട്ടിയും അധികകാലം സഹിക്കില്ല. കഷ്ടിച്ച് 1 വർഷമേ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ. അതിനിടയില് രണ്ടാളും 2 വഴിക്കാവും. അങ്ങനെ സംഭവിക്കണേന്നാ എന്റെ പ്രാർത്ഥന. ദേവി, കൂടെ നിക്കണേ. നിന്റെ മോളുടെ സ്വർണ്ണം എടുക്കാൻ നീ വന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. പക്ഷേ മഹാലക്ഷ്മിക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ലല്ലോ. ഡേ, എന്റെ പഴയ സ്വർണം എല്ലാം കൊടുത്ത് മാറ്റി വാങ്ങിയതാ ഇതിലധികവും. നിന്റെ മോക്കൊന്നും കൊടുത്തില്ലെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയി പൊന്നു കൊണ്ടുവാടി. എന്റെ പഴയ സ്വർണ്ണം എല്ലാം പ്രതാപേട്ടൻ വിറ്റ് കാശാക്കിയില്ലേ? അങ്ങനെ കാശാക്കിയിട്ടുണ്ടെങ്കിലേ അതുകൊണ്ടാ ഞാൻ ഈ കുടുംബം നല്ല രീതിയിൽ നോക്കിയത്. എന്റേതല്ലാഞ്ഞിട്ട് കൂടി നിന്റെ മോളെ നല്ല രീതിയിൽ വളർത്തിയത്. എന്നിട്ട് അവസാനം എന്റെ മോളെ കുരുതി കൊടുക്കാൻ പോവല്ലേ? ഇതുപോലെ വില കുറഞ്ഞ വർത്താനുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം. ഈ കല്യാണം ഒന്ന് കഴിയുന്നവരെങ്കിലും. അരയ്ക്ക് താഴോട്ട് തളർന്ന പയ്യനെ 10ഓ 15ഓ കൊടുത്താ മതി. അതുപോലല്ലല്ലോ ഉണ്ണിയേട്ടന്റെ കാര്യം. ഉണ്ണിയേട്ടനെ പോലെ സുമുഖനും സുന്ദരനുമായ ഒരു പയ്യന് ഇത്രയും കൊടുത്താ മതിയോന്നാ എന്റെ സംശയം. കൊടുക്കാം മോളെ, കുറച്ചുകൂടെ കൊടുക്കാം. എന്റെ പഴയ സ്വർണം കുറച്ചുകൂടെ നമുക്ക് മാറ്റി വാങ്ങിക്കാം. എന്താ? ശരി മുത്തശ്ശി.
ഇവനെന്തിനാ ഇത്ര പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരുന്നേ? ഇനി കല്യാണം വേണ്ടെന്നോ മറ്റേ പറയാനായിരിക്കോ? ഇതാരാ ഇത്? എന്താ മോനെ വന്നേ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. വാ, വാ. എടുക്ക് മാറ്റ്. മോളെ, ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. വാ വാ, അതോട് വാ. വാ. കല്യാണത്തിനുള്ള തിരക്ക് തുടങ്ങി. ആഭരണം വാങ്ങലും തുണിയെടുക്കലും ഒക്കെ ആയിട്ടെ. എന്താ മക്കളെ? പ്രസാദേ, അതിങ്ങതാ. ഇത് മഹാലക്ഷ്മിക്കുള്ളതാ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.